ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും വ്യോമാക്രമണം ശക്തമാക്കി. കെർമൻഷാ മേഖലയിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടന്നത്. ആയത്തുള്ള അലി ഖമനിയുടെ വധത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനിയെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ സൈനിക നടപടികൾക്ക് ശേഷം അടുത്ത ലക്ഷ്യം ക്യൂബ ആയിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ വ്യോമമേഖല തുറന്നതോടെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഭാഗികമായി സർവീസുകൾ പുനരാരംഭിച്ചു. ദുബായ്, മസ്കത്ത്, ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും സർവീസുകൾ ഉണ്ടാകും. സംഘർഷം കണക്കിലെടുത്ത് കുവൈറ്റ് സന്ദർശക വിസ കാലാവധി 1 മാസത്തേക്ക് നീട്ടി. വിദേശത്തുള്ളവർക്ക് മടങ്ങിവരാൻ 3 മാസത്തെ സമയവും അനുവദിച്ചിട്ടുണ്ട്. മേഖലയിലെ സാഹചര്യം പരിഗണിച്ച് UAEയിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് മാർച്ച് 9 മുതൽ 22 വരെ സ്പ്രിംഗ് ബ്രേക്ക് പുനർനിശ്ചയിച്ചു. 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. അനുജ് അഗ്നിഹോത്രി 1ാം റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ മലയാളി വിദ്യാർത്ഥിനി ശ്രുതി 18ാം റാങ്കോടെ തിളക്കമാർന്ന നേട്ടം സ്വന്തമാക്കി. നേപ്പാൾ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ സ്വതന്ത്ര പാർട്ടിയുടെ ബാലേന്ദ്ര ഷാ വലിയ മുന്നേറ്റം നടത്തുകയാണ്. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി പിന്നിലാണെന്നാണ് സൂചനകൾ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യയ്ക്ക് അമേരിക്ക 30 ദിവസത്തെ ഇളവ് അനുവദിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിനുള്ള ഭാഗ്യചിഹ്നങ്ങളായി പ്രഗതി, വികാസ് എന്നിവയെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു. 2027 സെൻസസ് നടക്കുന്നത്. അസമിലെ കാർബി ആംഗ്ലോങ്ങിൽ വ്യോമസേനയുടെ സുഖോയ് Su-30 MKI യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. പതിവ് പരിശീലന പറക്കലിനിടയിലായിരുന്നു അപകടം. ഡൽഹിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി മുൻ നയതന്ത്രജ്ഞൻ തരൺജിത് സിംഗ് സന്ധുവിനെ നിയമിച്ചു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജിവെച്ചതിനെ തുടർന്ന് RN രവിക്ക് അവിടുത്തെ അധിക ചുമതല നൽകി. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്താൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. ഇത്തരമൊരു നടപടിയെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണിത്. യുദ്ധം മൂലം ഉണ്ടായേക്കാവുന്ന ക്ഷാമം പരിഹരിക്കാൻ LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഇംഗ്ലണ്ടിനെ 7 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ 2026 T20 ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ ഇടപെട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന ഉത്തരവ് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. ഇതോടെ MR അജിത് കുമാർ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരും. CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് G സുധാകരനുമായി പാർട്ടി പ്രതിനിധി CS സുജാത കൂടിക്കാഴ്ച നടത്തി. താൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്നും എന്നാൽ തൽക്കാലം അംഗത്വം പുതുക്കില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ CPM നേതാവ് PK ശശിക്കെതിരെ NN കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയായ ജാസ്ലിയയുടെ മരണത്തിനിടയാക്കിയ കാർ ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക് ജോർജ് വാഗമണിലെ റിസോർട്ടിൽ നിന്നും പിടിയിലായി. മകനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഡോക്ടറുടെ പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ തുണിക്കഷ്ണം മറന്നുവെച്ച് തുന്നിക്കെട്ടിയതായി പരാതി. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെ മദ്യപിച്ചെത്തിയ ഒരു സംഘത്തിന്റെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥി മരിച്ചു.